അതിരപ്പള്ളിയിൽ മാധ്യമപ്രവർത്തകനെതിരെ പ്രതികാര നടപടി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ വ്യാജ പരാതിയിൽ പ്രാദേശിക മാധ്യമപ്രവർത്തകൻ റൂബിൻലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞായിരുന്നു അറസ്റ്റ്. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഇന്നലെയാണ് കാട്ടുപന്നി വാഹനം ഇടിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടെ റൂബിൻലാലിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തിരുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ആതിര, കഴിഞ്ഞ ദിവസമാണ് ഈ കാട്ടുപന്നിക്ക് പരിക്കേറ്റ് ഈ റോഡിന് സമീപം കിടന്നപ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്താത്തതിനെ തുടർന്ന് ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ വൈകിയതിനെ തുടർന്ന് അവിടെ എത്തിയിട്ടുള്ള മാധ്യമപ്രവർത്തകൻ ആ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ ആ ഒരു വൈരാഗ്യത്തിൽ, അതായത് ജനങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ വനംവകുപ്പിന്റെ പല കാര്യങ്ങളിലും ഈ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ കാട്ടുപന്നിക്ക് പരിക്കേൽക്കുന്നതും ആ ദൃശ്യങ്ങൾ പകർത്തുവാൻ അവിടെ റൂബിൻലാൽ എത്തുന്നതും. എന്നാൽ അവിടെ വെച്ച് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. ചിത്രങ്ങൾ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം അർദ്ധരാത്രിയോടെ പോലീസ് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ റൂബിൻലാലിനെതിരെ വ്യാജ പരാതി നൽകിയിരിക്കുന്നതെന്ന് മനസ്സിലായത്. തുടർന്ന് വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികാരമായി പോലീസിന് പരാതി കൊടുത്തു എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ വനംവകുപ്പും ഇയാൾക്കെതിരെ കള്ളക്കേസ് എടുത്തിട്ടുണ്ട്. ഈ വനഭൂമിയിൽ അതിക്രമിച്ചു കയറി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞാണ്. ഇതിന് പിന്നാലെ ഈ വനമന്ത്രി കഴിഞ്ഞ ദിവസം അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഈ ഒരു സംഭവത്തിൽ. അതായത് ഈ മാധ്യമപ്രവർത്തകൻ ദൃശ്യങ്ങൾ എടുത്തപ്പോൾ അത് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ഈ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള സംഭവത്തെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ഈ പരാതിയിൽ പറയുന്നത്, വനംവകുപ്പ് നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്, ഈ വാഹന അപകടത്തിൽ പരിക്കേറ്റ കാട്ടുപന്നിയെ ചികിത്സിക്കാനായി കൊണ്ടുപോകുന്നതിന് ശ്രമിക്കുന്ന സമയം ഈ പ്രതി ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുന്നതും തടഞ്ഞതിലുള്ള വിരോധം, അതിൽ തന്നെ ഈ പ്രതി ഈ ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തി അസഭ്യ വാക്കുകൾ വിളിച്ച് പറഞ്ഞ് കഴുത്തിൽ പിടിച്ച് തള്ളി എന്നൊക്കെയാണ് ഈ റൂബിൻലാലിനെതിരെ ഈ FIR-ൽ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഈ വനംവകുപ്പിന്റെ ഈ ഒരു പ്രതികാര നടപടി, അത് കൃത്യമായും വനംവകുപ്പിന്റെ വീഴ്ചകളെ പുറം ലോകത്തേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു പ്രതികാര നടപടി തന്നെയാണ്. കാരണം ഈ മുൻപും ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് കാട്ടാന ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടും അതിനെ തുരത്താനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയില്ല. അത് തന്നെയാണ് അന്ന് ജനങ്ങളുടെയും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരും ഈ ഒരു സംഭവം പുറംലോകത്തേക്ക് എത്തിച്ചിരുന്നു. അത്തരത്തിൽ വനംവകുപ്പിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതിനെതിരെ ഈ മാധ്യമപ്രവർത്തകർക്കെതിരെ കൃത്യമായും പ്രതികാരമായിട്ടുള്ള ഒരു നടപടി, അതുപോലെ കള്ളക്കേസുകളൊക്കെ എടുക്കുന്ന സാഹചര്യമാണ്. സംഭവത്തിൽ ഈ ലോക്കപ്പിൽ വെച്ച് ഈ റൂബിൻലാലിന് മർദ്ദനമേറ്റതായും ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. CI ആൻഡ്രിക്കാണ് മർദ്ദിച്ചതെന്ന് പറയുന്നുണ്ട്. കഴുത്തിന് കുത്തിപ്പിടിക്കുകയും തുടർച്ചയായി അസഭ്യം പറയുകയും ചെയ്തു എന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായും ഈ IG ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. നോർത്ത് സോൺ IG ഇടപെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. തൃശൂർ റൂറൽ SP-ക്ക് ഇതിനു വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ അതിരപ്പള്ളി മേഖലയിൽ തുടർച്ചയായുള്ള ഈ വന്യമൃഗ ആക്രമണങ്ങൾ അത് കൃത്യമായും പുറം ലോകത്തേക്ക് എത്തുകയും അതോടൊപ്പം വനംവകുപ്പിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നതിനുള്ള പ്രതികാരമായിട്ടുള്ള നടപടിയാണ് ഇന്ന് ഈ മാധ്യമപ്രവർത്തകനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തത്. മനോജ്, ഈ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നൊരു പരാതി കൂടി അവർ ഉന്നയിക്കുന്നുണ്ടല്ലോ. പ്രധാനമായും എന്ത് കാരണത്താലാണ് ഇങ്ങനെ ഒരു പരാമർശം അവർ നടത്താനുള്ള ഒരു സാഹചര്യം? തീർച്ചയായും അവരാ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവർ പറയുന്നത് വീഡിയോ എടുക്കാൻ പാടില്ല, ഇത് വനഭൂമിയാണ്, ഇങ്ങോട്ട് കയറാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെയാണ്. ഈ റോഡിന് സമീപത്താണ്, അതായത് റോഡിലൂടെ പോയ വാഹനമാണ് ഈ കാട്ടുപന്നി ഇടിച്ചത്. റോഡിന് സമീപമാണ് ഈ കാട്ടുപന്നി കിടക്കുന്നത്. റോഡിന് പുറത്തു നിന്നുകൊണ്ടാണ് ഈ റൂബിൻലാൽ ദൃശ്യങ്ങൾ പകർത്തുന്നത്. എന്നാൽ ആ ദൃശ്യങ്ങൾ പുറത്ത് പ്രചരിക്കും എന്നുള്ള കാരണം കൊണ്ട് അതിനെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി നോക്കി. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് തടസ്സപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ഫോൺ തട്ടിപ്പറിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റൂബിൻ പരാതി നൽകിയിരുന്നു. അതിൽ വനംവകുപ്പ് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് ഈ വനംവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിന് പരാതി നൽകുന്നത്. ഇത്തരത്തിലൊരു വ്യാജ പരാതി, തങ്ങളുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും അസഭ്യം പറഞ്ഞെന്നും കൊല്ലുമെന്ന് വിളിച്ചു പറഞ്ഞെന്നും ഒക്കെ ആ പരാതിയിൽ ചേർത്തിട്ടുണ്ട്. എന്തായാലും അത്തരം ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് എത്തി അർദ്ധരാത്രിയോടെ ഈ റൂബിൻലാലിനെ അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ്, ലോക്കപ്പിൽ തന്നെയാണ്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉള്ള ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ആതിര. ശരി, മനോജാണ് തൃശ്ശൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.